കേരളം കേരളം സാഗര സുകൃതിയിൽ പിറവികൊണ്ടൊരു കേരളം. മലയാളത്തനിമയുടെ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണമുള്ള ഈ മണ്ണിനും മധുരമുള്ള ഈ ഭാഷയ്ക്കും സാംസ്കാരിക പാരമ്പര്യത്തിനും അഭിവാദം അർപ്പിക്കുന്ന ദിനമാണ് ഇന്ന്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരളം ജനിച്ചത്. മലയുടെയും പുഴയുടെയും മണ്ണിന്റെയും മണവുമാണ് നമ്മുടെ കേരളത്തിന്റെ ആത്മാവ്. അതെ, കേരളം എന്നത് ഒരു സംസ്ഥാനമല്ല, മനുഷ്യ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രതീകമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണവും നമ്മുടെ കൊച്ചു കേരളത്തിനുണ്ട്. മലയാളം എന്ന ഭാഷയുടെ മാധുര്യവും കലയും കാവ്യവും എല്ലാം കൂടി ഇന്നത്തെ ദിനത്തിൽ നാം അഭിമാനത്തോടെ ആഘോഷിക്കുകയാണ്. എൻ്റെ നാട് കേരളം, എൻ്റെ ഭാഷ മലയാളം എന്ന അഭിമാന വാക്യത്തോടെ ഈ മഹത്തായ ദിനാഘോഷം നമുക്ക് ആരംഭിക്കാം. ഓരോ നല്ല തുടക്കത്തിലും ദൈവാനുഗ്രഹം അനിവാര്യമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുക. സൗന്ദര്യം അതിന്റെ ഹൃദയപൂർവമായ സ്വാഗതത്തിലാണ്. ഇന്നത്തെ കേരള പിറവി ദിനാഘോഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി എത്തിച്ചേരേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഫിലോമിന ലീനയുടെ അഭാവത്താൽ വിദ്യാലയത്തിലെ സീനിയർ ടീച്ചറായ ജസീന്ദ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അൽസ ഹാഷ്, MPK പ്രസിഡന്റ് ഷഹനാസ്, പ്രിയ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, രക്ഷിതാക്കളെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് നമ്മുടെ ജന്മദിനം. അന്ന് നമ്മുടെ വീടുകളിൽ നല്ല ആഘോഷമായിരിക്കും. അതേപോലെ നമ്മുടെ കേരള മുത്തശ്ശിയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പല ഭാഷയിലുള്ള ആൾക്കാര്, പല സംസ്കാരങ്ങളുള്ളവര്, പല ജാതിയിൽപ്പെട്ട ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് സഹോദര തുല്യമായി സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു നാടാണ്. ഇവിടെ നമ്മൾ ക്രിസ്മസ്, ഓണം, ബക്രീദ് എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്നു. ടീച്ചർ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കവിതയുണ്ട്. കേരളം എന്നുള്ള നാടാണ്, കേരം തിങ്ങുന്ന നാടാണ്, വയലേലകളുടെ നാടാണ്, പുഴകൾ നിറയുന്ന നാടാണ്. പക്ഷെ ഇന്ന് നമ്മുടെ കേരളം മൊത്തം ഒന്ന് നോക്കുകയാണെങ്കിൽ വയലുകളും പുഴകളും കാടുകളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും കെട്ടിടങ്ങളായി. ഈ കേരള പ്രതിദിനത്തിൽ നമ്മളൊന്ന് കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ നന്മയ്ക്കായി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ്
കർത്തവ്യം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നിങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ അയ്യൂബ് മാഷാണ്. ഈ വിദ്യാലയത്തിലെ ഏത് പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ അയ്യൂബ് മാഷ കാണാം. ഇപ്പൊ അറബി കലോത്സവത്തിനായി ഇപ്പൊ കുറച്ച് വർഷങ്ങളായി നമ്മുടെ സ്കൂളിന് 1ാം സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. അയ്യൂബ് മാഷിന് നിങ്ങൾ എല്ലാവരും പേര് സ്നേഹം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന തോമസ് മാഷ് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളുടെ ചേട്ടന്മാർക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ വലിയച്ഛനും വലിയമ്മയ്ക്കും എല്ലാവർക്കും തോമസ് മാഷിനെ അറിയും. വളരെയധികം കാലം ഇവിടെ അധ്യാപകനായിരുന്നു. പിന്നെ നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. തോമസ് മാഷ് ഇവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സമയത്ത് കെട്ടിയതാണ് നിന്നിരിക്കുന്ന ഹാള്, നമ്മുടെ ഓഫീസ് റൂം, 1ഉം 2ഉം ക്ലാസ്സിന്റെ കെട്ടിടം, നമ്മുടെ അടുക്കള, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്തു. പിന്നെ സാറിന് കണ്ടില്ല ഒരു പ്രത്യേകത, ഏത് ആൾക്കാർ സാറിൻ്റെ അടുത്ത് വന്നാലും ഒരു സഹായം ചോദിച്ചാൽ അവരെ സാറ് നിരാശരാക്കി വിടില്ല. അപ്പൊ സാറ് 5 മണിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ കുറെ ആൾക്കാരുടെ സമ്മർദ്ദങ്ങൾ വന്നു. ഞങ്ങളുടെ സാറ് അവിടെ പോയി ചോദിച്ചത്. അങ്ങനെ വലിയൊരു ഗുണം സാറിനുണ്ട്. പിന്നെ നമ്മുടെ വിദ്യാലയത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. സാറ് ഇവിടെ ഹെഡ്മാസ്റ്റർ സമയത്താണ് നമ്മുടെ ശാസ്ത്രമേളയിൽ സംസ്ഥാനം വരെ എത്തിയത്. അങ്ങനെ നമ്മുടെ സ്കൂളിനെ സ്നേഹിച്ച, സ്കൂളിലെ ഓരോ കുട്ടികളെ സ്നേഹിച്ച സാറ് ഇന്നത്തെ ഈ പരിപാടിക്ക് നമ്മുടെ സന്ദേശം നൽകുന്നത്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ MPTA പ്രസിഡന്റ് ഈ വർഷം നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനത്തിലും MPTA അംഗങ്ങൾ സജീവമായി വരുന്നുണ്ട്. അപ്പൊ അതിന് നേതൃത്വം വഹിക്കുന്ന MPTA പ്രസിഡന്റിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ പരിപാടികൾക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയ എല്ലാ അധ്യാപകരെയും, പരിപാടി അവതരിപ്പിക്കുന്ന മക്കളെ, ഇന്ന് പരിപാടി ആസ്വദിക്കാനായി എത്തിയ എല്ലാ കുഞ്ഞുമക്കളെയും രക്ഷിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് കേരള പ്രതിനിധിയുടെ എല്ലാ ആശംസകളും നൽകുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. കുട്ടികൾ ശ്രദ്ധിക്കുക. ഇനി ടെസ്റ്റ് നമ്പർ വാങ്ങാത്ത കുട്ടികൾ 7Dയിൽ വന്ന് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് നമ്പർ വാങ്ങിക്കുക. നമ്മുടെ സ്കൂളിന്റെ ഉന്നമനത്തിനായി പരിശ്രമിക്കുകയും ഏതൊരു പരിപാടിയും വളരെ കൃത്യതയോടെയും സന്തോഷത്തോടു കൂടിയും ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട അയ്യൂബ് സാറിനെ ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട നമ്മുടെ വിശിഷ്ട അതിഥി, ഏറ്റവും സ്നേഹമുള്ള തോമസ് സാർ, MPTA പ്രസിഡന്റ്, പ്രിയപ്പെട്ട നമ്മുടെ കേരളപ്പിറവി ദിന ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ വേദി നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായിരുന്നു കേരളപ്പിറവി? 1-ാം തീയതി അല്ലേ? എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മുടെ വിശിഷ്ട അതിഥി തോമസ് സാറാണ് അല്ലേ? തോമസ് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കങ്ങനെ കുറച്ച് സമയം കൊണ്ടൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ ഇരിക്കുന്ന ഈ ഹാളുണ്ടല്ലോ, എത്ര വലിയ ഹാളല്ലേ? നമുക്ക് കളിക്കാനും ഇരിക്കാനും പരിപാടികൾ നടത്താനും ഒക്കെ ഇത്ര മനോഹരമായ ഒരു ഹാൾ ഇവിടെ പണിത് വെച്ചത് നമ്മുടെ സ്കൂളിന്റെ HM തോമസ് സാർ ഉണ്ടായിരുന്ന സമയത്താണ്. വയനാട് ജില്ലയിൽ തന്നെ ഒരു UP സ്കൂളിൽ ഇത്ര മനോഹരമായ ഒരു ഹാൾ ഉണ്ടായില്ല. സാർ ഈ
സെന്റ് ജോസഫിലേക്ക് വരുന്ന ആ വർഷമാണ് സാർ ഈ ഹാളിന്റെ പണി ആരംഭിച്ചതെന്ന് സാർ ഓർക്കുകയാണ് ഈ സമയത്ത്. അന്ന് 4 മണിക്ക് സ്കൂള് വിട്ടിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോൾ സാറ് ഡ്രസ്സൊക്കെ മാറ്റി കട്ടപ്പാലൊക്കെ എടുത്ത് ഞങ്ങളോട് താല്പര്യമുള്ളവർ വാ എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടി ഈ ഓരോ ഫില്ലറിന്റെയും കുഴികൾ സാറാണ് മുന്നിൽ നിന്ന് കുഴിച്ചത് എന്ന് ഞാൻ ഇപ്പൊ ഓർക്കുകയാണ്. ഈ ഓരോ തൂണിന് ചുവട്ടിലും സാറുടെ വിയർപ്പ് തുള്ളികളുണ്ട്. ഞങ്ങളിങ്ങനെ കൂടെ അത്ഭുതപ്പെട്ട് സാറിന്റെ കൂടെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാറാണ്. നമ്മളും അറിയാതെ അങ്ങനെ പ്രവർത്തിച്ചു പോകും. അത്ര സാറ് സ്കൂളിന് വേണ്ടി യാതൊരു അധ്വാനിക്കുക എന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത്രയും സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ വിദ്യാഭ്യാസത്തിനൊപ്പം നല്ല ശീലങ്ങൾ, മൂല്യബോധം, അനുസരണ എന്നിവ കഠിന പ്രയത്നത്തിലൂടെ വളർത്തിയെടുത്ത ശ്രീ തോമസ് സാർ. സാർ ഈ വിദ്യാലയത്തിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന കാലത്ത് ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സ്കൂളിന്റെ പേരും പെരുമയും ഉയർത്തിപ്പിടിച്ച നാളുകൾ അഭിമാനത്തോടെ, അതിലേറെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയത്തിന്റെ ഏതൊരു പരിപാടിയും മഴയും വെയിലും കൊള്ളാതെ സ്വസ്ഥമായിരുന്ന് ആസ്വദിക്കാനായി മനോഹരമായ ഈ ഹാൾ പണിതതും, അതുപോലെ അധ്യാപകർക്കായി ഭംഗിയും വിശാലവുമായ സ്റ്റാഫ് റൂം ഒരുക്കിയതും സാറിന്റെ നല്ല ഓർമ്മകൾ ബാക്കിയാക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ സമഗ്ര പുരോഗതിക്ക് സാർ നൽകിയ മഹത്തായ സംഭാവനകളെ നന്ദി ശ്രീ തോമസ് സാറിനെ ഇന്നത്തെ ആഘോഷ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹപൂർണ്ണ ഇന്നത്തെ ഈ മലയാളം തനിമ ആഘോഷ പരിപാടികളിൽ അധ്യക്ഷത അലങ്കരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അയ്യപ്പ സാറ്, നമ്മളെല്ലാം വളരെ കൃത്യമായി സ്വാഗതം ചെയ്ത സീനിയർ അധ്യാപിക ജസീല ടീച്ചർ, NPTA പ്രസിഡന്റ് ഷഹനാസ്, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കൾ, എല്ലാവർക്കും സുഖമാണല്ലേ? ഉച്ചഭക്ഷണം കഴിച്ചോ? ചോറും സാമ്പാറും കായപ്പേരി കഴിച്ചില്ലേ? കഴിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഹോളിൽ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ചെറിയ മയക്കത്തിലൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ ഇവിടെ നല്ല മൈക്കിൻ്റെ ഒച്ചയും അതോടൊപ്പം നിങ്ങളുടെ കലപിലെ ശബ്ദവും എല്ലാം കൂടി ആവുമ്പോൾ ഉറക്കം ആർക്കും വരില്ല. പറഞ്ഞു, എന്നെ ഇപ്പോൾ ഇവിടെയുള്ള ആർക്കും ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. കാരണം ഞാൻ 2018 ഈ വിദ്യാലയത്തിൽ നിന്ന് ട്രാൻസ്ഫറായി 5 സ്കൂളിലേക്ക് പോയി. 2022 സേവനത്തിൽ നിന്ന് വിരമിച്ചു. പക്ഷേ നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പഠിക്കുന്ന നിങ്ങളുടെ ചേട്ടന്മാര്, ചേച്ചിമാര്, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇവർക്കൊക്കെ എന്നെ നല്ല പരിചയം ഉണ്ടാവും. KM തോമസ് എന്ന് പറഞ്ഞ, കാരണം ഞാൻ 1985 ഈ വിദ്യാലയത്തിൽ വന്നതാണ്. 31 വർഷക്കാലം ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്തു. വളരെ സന്തോഷപ്രദമായ ഒരു സൂചിപ്പിച്ചത് പോലെ എൻ്റെ സ്വന്തം കഴിവല്ല, മറിച്ച് നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കളുടെയും
മാനേജ്മെന്റിന്റെയും കാലാകാലങ്ങളിൽ ഇവിടെ സേവനം ചെയ്ത അധ്യാപകരുടെയും നിർലോഭമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ വഴിയായിട്ടാണ് ഞാൻ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായി. ഈ ഹോള് പണിത കാര്യമൊക്കെ പറഞ്ഞു. ഈ ഹോള് പണിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചോദിച്ചാൽ മതി. പല രക്ഷിതാക്കളുടെ അടുത്തുനിന്നും സംഭാവന വാങ്ങിക്കൊണ്ടാണ് തികയാത്ത പൈസ ചിലരുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് കൈയിട്ടത്. അത്രയും സ്വാതന്ത്ര്യമുണ്ടായി. ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികളുടെ അടുത്ത് ഒരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് അയച്ച് സഹായിക്കണം. അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. ഞാൻ സൂചിപ്പിച്ചു, ഞാൻ ഇന്നുകൊണ്ട് വരുന്ന സമയത്ത് രാവിലെ കുറച്ച് പരിപാടി ടൗണിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഊണ് കഴിച്ച് വരാൻ സമയമില്ല. ഞാൻ അയ്യൂർ സാറിനെ വിളിച്ചു പറഞ്ഞു, ഉച്ചയ്ക്ക് എനിക്ക് ലേശം ഭക്ഷണം എടുത്തു വേണം. നിങ്ങൾ കഴിച്ച അതേ ഭക്ഷണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വിഭവം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോഴ് ഒക്കെ മാറി. നല്ല പണ്ടൊക്കെ കഞ്ഞിയും പയറൊക്കെ ആണെങ്കിൽ ഇപ്പോഴ് നല്ല ചോറ് സാമ്പാർ അപ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഈ പഴയ കാലത്തേക്ക് നമ്മുടെ ഓർമ്മകൾ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ഈ 31 വർഷക്കാലം ഈ മണ്ണില് ചവിട്ടി നടന്നുകൊണ്ട് ഓരോ മതത്തിലേക്കും എന്നെ പരിചയമുണ്ട്, എനിക്കുമുണ്ട്. അപ്പോഴേ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ താഴെ കഞ്ഞിപ്പുര വരെ പോയിട്ട് വന്നു. ഒത്തിരി പറയാനുണ്ട്, പക്ഷേ അതൊന്നും പറയുന്നില്ല. ഇന്ന് നമ്മളുടെ കേരള തനിമ 2025 മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിൽ ഈ വർഷത്തെ കേരളത്തിലൊരു ദിനാഘോഷവും അതോടൊപ്പം തന്നെ മലയാള ഭാഷ വാരാചരണവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തനങ്ങളെ ക്ലാസ് തലത്തിൽ നടത്തും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു പടി മുന്നിലാണ് നമ്മുടെ വിദ്യാലയം. അത് കാലാകാലങ്ങളിലുള്ള പ്രധാനാധ്യാപകരും അതോടൊപ്പം തന്നെ അധ്യാപകരും ഈ ഓരോ ദിവസത്തിന്റെയും പ്രാധാന്യം നിങ്ങളുടെ മനസ്സിൽ പതിയാൻ ഒത്തിരി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം ഈ വരുന്ന ഒരാഴ്ച കാലവും ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യും. അതൊന്നും ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല. പ്രത്യേകിച്ച് ഞാനിന്ന് സിസ്റ്റർ വീണ സിസ്റ്റർ ഈ വർഷം വിരമിക്കുകയാണ്. വീണ സിസ്റ്റർ വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞു, ഇന്ന് പ്രധാനാധ്യാപക കോൺഫറൻസ് നടക്കുകയാണ്, ഞാൻ ഉണ്ടാവുകയില്ല എന്ന്. വീണ സിസ്റ്റർ അക്കാദമിക കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളുടെ വിദ്യാലയത്തിലേക്ക് അയച്ചത്, അത് നിങ്ങൾക്ക് വിദ്യാലയത്തിൽ നിന്ന് കിട്ടണം എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ഈ അധ്യാപകരെ കൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ നടത്തി അത് നിങ്ങൾക്ക് സാധ്യമാക്കി തരികയാണ്. അറിയാം, നിങ്ങളുടെ പല കുട്ടികളും പല വിദ്യാലയത്തിൻ്റെയും പടി മറികടന്നുകൊണ്ടാണ് ഈ വിദ്യാലയത്തിലേക്ക് വന്നത്. റിപ്പണെന്ന് വരുന്നവരുണ്ട്, അതുപോലെ തന്നെ മുണ്ടകൈ ചെറുമല കോടനാട് കൽപ്പറ്റ ഭാഗത്തടക്കം വരുന്നവരുണ്ട്. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് മറ്റ് വിദ്യാലയങ്ങളിൽ വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ആ ജീവിത വിജയത്തിന്, മുന്നോട്ടുള്ള ജീവിതത്തിന്, നിങ്ങളുടെ വ്യക്തിവികാസത്തിന് ഉതകുന്ന കാര്യങ്ങൾ ഈ വിദ്യാലയത്തിലൂടെ, ഈ വിദ്യാലയത്തെ പഠനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷിതാക്കൾ ഇവിടെ ചേർന്നത്. കുറെ മുമ്പൊക്കെ ആണെങ്കിൽ ഈ വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടാൻ രജിസ്റ്റർ ചെയ്ത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിനനുസരിച്ച് ഇപ്പോഴും അതുപോലെ തന്നെ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ അധ്യാപകരെ കഠിനാധ്വാനം ചെയ്യാൻ അവരെപ്പോഴും സന്നദ്ധരാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. പഠനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു. നമ്മളെന്നും വിട്ടുപോകുന്ന ഓരോ നിമിഷവും വീണ്ടും നമുക്ക് തിരിച്ച് കിട്ടുകയില്ല എന്ന് നമുക്കറിയാം. ജസിന്റെ സൂചിപ്പിച്ചു കഴിഞ്ഞു,
എല്ലാവരുടെയും ജന്മദിനം ഏറ്റവും സന്തോഷപ്രദമായ ദിവസമാണ്. നമ്മുടെ കേരളത്തിന്റെ ജന്മദിനം എന്നാണ് പറയാൻ പറ്റുമോ? എന്നാണ് നമ്മുടെ കേരളത്തിൽ നവംബർ 1 ഏത് വർഷം? 1956 നവംബർ 1 തീയതിയാണ് നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അന്ന് തന്നെയാണ് മറ്റൊരു നവംബർ 1 നമ്മുടെ വയനാട് ജില്ലയിൽ രൂപം കൊണ്ടത്. അപ്പോൾ ഈ കേരളത്തിലെ ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ ക്വിസ്, പ്രസംഗ മത്സരം തുടങ്ങിയ മത്സരങ്ങളും ഇന്ന് നമ്മുടെ മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിൽ മലയാളി പുരുഷ എന്നുള്ള രീതിയിലുള്ള മത്സരങ്ങളും സംഘടിപ്പിക്കുന്നത് വേറൊരു മത്സരം. അപ്പോൾ ഐക്യ കേരളം എന്ന് പറയുന്ന ഒരു ആശയം 1956 മുമ്പേ ഉണ്ടായിരുന്നു. എന്നാൽ 1956 തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ് മലബാർ, കാസർഗോഡ് എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത്. കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1921 കേരള പ്രദേശ് കമ്മിറ്റി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരള ഗവൺമെന്റിന്റെ ഒഴിച്ചുകൂടാത്ത ഒരു നാഴികക്കല്ലായിരുന്നു 1921 രൂപീകൃതമായ കേരള പ്രദേശ് കമ്മിറ്റി. 1956 കേരളം രൂപീകൃതമായ ഇന്ത്യയിൽ അന്ന് 14 സംസ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം. നമുക്കറിയാം, നമ്മുടെ കേരളം അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്, അല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. അപ്പോഴേ എന്തുകൊണ്ടാണ് കേരളത്തെ സ്വന്തം നാട് എന്ന് പറയുന്നത്? പ്രകൃതി രമണീയം, നാനാത്വത്തിലേക്കുന്ന എല്ലാവരും വിവിധ മത ഭാഷ സംസാരിക്കുന്നവര് ഐക്യത്തോടുകൂടി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മതേതരത്വം. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കാണാൻ പോകുന്ന ജന്മദിനമാണ് കേക്ക്
മറക്കുകയില്ല. കാരണം വിരമിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സ്ഥാപനത്തിലെ ജന്മദിനാഘോഷം ആദ്യമായിട്ട് ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെ ജീവിതത്തിലെ അസുഖങ്ങളൊന്നും ആരോഗ്യത്തോടുകൂടി എവിടം വരെയാണ് ആയുസ് തരുന്നത് അവിടെ വരെ ആരോഗ്യം തരുന്നതിനായിട്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ തിരുവാഴും
നിന്നടി മേളങ്ങൾ തൊഴിലാടി തീമാറി അംഗച്ചോയങ്ങൾ ഇത് കേരളം കേരളം ഇത് കേരളം കേരളം പഞ്ചിൽ പാട്ടുപാടുന്ന തീരം എന്റെ കേരളം കൊഞ്ചം തുള്ളിയാടുന്ന നാടൻ കൊണ്ടിൻ കേരളം മോഹിനിയാട്ടം അംഗമനാട്ടം മണിമലയാളം കവിവാഴ്ത്തിയ ദേശം വേണാടും തിരുനാളിൽ നന്ദുവിനാദങ്ങൾ വേദാന്തങ്ങളോടെ മംഗളഗീതങ്ങൾ ഇത് കേരളം കേരളം എൻ കേരളം കേരളം സാമഗാനങ്ങൾ പാടും തീരം കേരളം കൊന്നപ്പൂരു കൊന്ന നാടിൻ കൊന്നിൻ കേരളം 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 അധ്യാപകരെ, മക്കളെ, കേരളം വെറും ഭൂപടത്തിലെ ഒരു ഭാഗമല്ല. അത് സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സംസ്കാരത്തിന്റെയും സ്വരൂപമാണ് കേരളം. മലയാളത്തിന്റെ മാതൃ ഹൃദയത്തിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് പറയാം, കേരളം എന്റെ അഭിമാനം. ഇന്ന് എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്ന് കേരള പെരുമാൾ 2025 എന്ന മലയാളത്തിൽ മഹോത്സവത്തിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് സാന്നിധ്യം കൊണ്ട് വേദിയിൽ പ്രകാശമായി വീതിക്കുന്ന നമ്മുടെ സ്വന്തം അയ്യൂബ് സാറിന് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ ഏത് പ്രവർത്തനത്തിലും താങ്ങായി കരുത്തായി പ്രചോദനമായി നിന്ന് വരുന്ന ഒരു ഉജ്ജ്വല സാന്നിധ്യമാണ് നമ്മുടെ മാഷ്. തന്റെ ചിരിയും കരുതലും വാക്കുകളിൽ പ്രചോദനവും നിറയ്ക്കുന്ന വ്യക്തിത്വം. ഇന്നേ ദിനം കുട്ടികളോട് സംവദിക്കുകയും അധ്യക്ഷത വഹിക്കുകയും ചെയ്ത സാറിന് വിദ്യാലയത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഒരു നല്ല നേതാവ് ഒരുങ്ങുന്ന അഭിമാനിയാണ്. തൻ കഴിയുകളുടെ മുന്നേറുമ്പോൾ കരകളിലെടുക്കും. അതെ, കരങ്ങൾ പച്ചപ്പും കരുത്തു നിറച്ച് ജീവിതം മുഴുവൻ ചൈതന്യത്താൽ വിധിക്കുന്ന നദി. അതാണ് യഥാർത്ഥ നേതാവിന്റെ പ്രതീകം. അത്തരം ഒരു അഭിമാനിയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥിയായ ശ്രീ കെ തോമസ് സാർ. കരുതലും കൃത്യതയും നേതൃത്വമാനവും ചേർന്ന സാന്നിധ്യം വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കായി തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിത്വം. നേതൃത്വത്തിന്റെ പാഠങ്ങൾ പുസ്തകങ്ങളിൽ നിന്നും മാത്രമല്ല, സാറിന്റെ ജീവിതത്തിൽ നിന്നും കൂടിയാണ് അധ്യാപകരായി ഞങ്ങൾ പഠിച്ചത്. വിദ്യാലയത്തിന്റെ അകത്തും പുറത്തും മാറ്റത്തിന് പ്രചോദനമായ സാരഥി. 18 വർഷങ്ങളായി വിദ്യാലയത്തിന്റെ ഉയർച്ചയ്ക്കായി സേവനമർപ്പിച്ച ഞങ്ങളുടെ സാരഥിക്ക് മുന്നിൽ നമുക്ക് പറയാനുള്ളത് നന്ദി എന്നൊരു വാക്ക് മാത്രം. അതിൽ നിറയുന്നത് നമ്മുടെ ആദരവാണ്. ഇന്ന് വീണ്ടും നമ്മൾ ഇവിടെ നേടുമ്പോൾ വിദ്യാലയത്തിന്റെ ഓരോ പിൻഗാമം സന്തോഷത്തോടെ തലവിളിക്കുന്നു. സാരഥ്യം സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കേരളത്തനിമ 2025 എന്ന മലയാളത്തിന്റെ ഉത്സവത്തിന് ഇഷ്ടാതിയായി വരികയും നമ്മുടെ കേരളത്തെ അനാച്ഛാദനം ചെയ്യുകയും ചെയ്ത സാറിന് വിദ്യാലയത്തിന്റെ പേരിൽ ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ജന്മദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു.
കേരളം കേരളം സാഗര സുകൃതിയിൽ പിറവി കൊണ്ടൊരു കേരളം ലോകമെങ്ങും കീർത്തി നേടിയ ദേവസങ്കേതം സഹ്യസാഗര സുകൃതിയിൽ പിറവി കൊണ്ടൊരു കേരളം ലോകമെങ്ങും കീർത്തി നേടിയ ദേവസങ്കേതം എന്റെ കേരളം എന്റെ കേരളം ഇതിന്റെ നാടാണെന്റെ വീടാണമ്മ മലയാളം ഇതിന്റെ നാടാണെന്റെ വീടാണമ്മ മലയാളം കേരളം 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 പുലരികൾ കനകവർണം ചാർത്തിടും കവന സുരഭില ശ്രീലയാണെന്നും മലയാളം കർണികാര പുലരികൾ കനകവർണം ചാർത്തിടും കവന സുരഭില ശ്രീലയാണിന്നമ്മ മലയാളം കഥകളി പദമുദ്രകൾ കഥകളി പദമുദ്രകൾ കടുത്ത നാടൻ ചുവടുകൾ കടൽ കടന്നൊരു പെരുമയാണ് പുണ്യമലയാളം ഇതിന്റെ നാടാണെന്റെ വീടാണമ്മ മലയാളം ഇതിന്റെ നാടാണെന്റെ വീടാണമ്മ മലയാളം കേരളം 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 കവനി ചാർത്തിയ കങ്ങളും നീളപകർന്നൊരു പൈതൃകം സ്വപ്ന സുന്ദര തീരമാണെൻ സ്നേഹമലയാളം കവനി ചാർത്തിയ കങ്ങളും നീളപകർന്നൊരു പൈതൃകം സ്വപ്ന സുന്ദര തീരമാണെൻ സ്നേഹമലയാളം വെള്ളിമേഘ തളികയിൽ വെണ്ണിലാവിൻ ചിറകുകൾ ചൈത്രവർണ്ണം ചാർത്തിയുണരും നന്മ മലയാളം ഇതിന്റെ നാടാണെന്റെ വീടാണമ്മ മലയാളം ഇതിന്റെ നാടാണെന്റെ വീടാണമ്മ മലയാളം കേരളം 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 സഹ്യസാഗര സുകൃതിയിൽ പിറവി കൊണ്ടൊരു കേരളം ലോകമെങ്ങും കീർത്തി നേടിയ ദേവസങ്കേതം എന്റെ കേരളം
കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകളി സദനമാമൻ കേരളം 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 കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകളി സദനമാമൻ കേരളം പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും കുന്നല്ലിൻ പാടത്തിലൂടെ പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും കുന്നല്ലിൻ പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസപ്പൂക്കളങ്ങളാടും കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകളി സദനമാമൻ കേരളം മാലകളാൽ പൂവിടും മാനം കണ്ട് നീളാനദി ഹൃദയം പാടും നീരദമാലകളാൽ പൂവിടും മാനം കണ്ട് നീളാനദി ഹൃദയം പാടും തോണിപ്പാട്ടലിയുന്ന കാറ്റത്തു തുള്ളുമോളം കൈകൊട്ടി പാട്ടുകൾ മേളം മേളം കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകളി സദനമാമൻ കേരളം 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 നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാൻ ചോല പച്ചവള പൊന്നും തെളിക്കൊലുസ്
പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാൾ. കൊച്ചികൾ പകൽ നീളെ കിനാ കാണും, ഒട്ടിടും അനുരാഗക്കരൾ പോലെ. മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും. പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം. പുഴയോരം കളമേളം കവിത പാടും തീരം. കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്. നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ. പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം. പുഴയോരം കളമേളം കവിത പാടും തീരം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഹരിത ഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി. ഹരിത ഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി. നാട്ടിലാകെ നടമാടിടുന്നിതാ പാട്ടുകാരികൾ ചോലകൾ. ഓ ശ്യാമകേര കേദാരമേ ശ്യാമകേര കേദാരമേ. ശാന്തി നിലയമായി വെൽകനീ ശാന്തി നിലയമായി വെൽകനീ ശാന്തി നിലയമായി വെൽകനീ ശാന്തി നിലയമായി വെൽകനീ. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം.
നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ പീലി നീട്ടി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ കേളികൊട്ടിലുയരുന്നു കഥകളിൽ കേളിദേശാന്തരങ്ങളിൽ ഓ സത്യധർമ്മ കേദാരമേ സത്യധർമ്മ കേദാരമേ സ്നേഹസദനമായി വെൽഗനി സ്നേഹസദനമായി വെൽഗനി സ്നേഹസദനമായി വെൽഗനി സ്നേഹസദനമായി വെൽഗനി സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം ഓ നിസ്വനം കളനിസ്വനം സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട് ചാമ്പയ്ക്കാച്ചുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാങ്കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് നീറുന്ന കണ്ണുമായി നിന്നെക്കിനാ കണ്ട് ദൂരത്ത് വാഴുന്ന ഞാനെന്നും നീറുന്ന കണ്ണുമായി നിന്നെക്കിനാ കണ്ട് ദൂരത്ത് വാഴുന്ന ഞാനെന്നും ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീന്നും ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീന്നും നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴി
മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാള